സ്റ്റൗ സിമ്മിലാക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളിയെല്ലാം ഒരുവിധം സോഫ്റ്റായിട്ടുണ്ട്. ഇടയിൽ ഓരോന്ന് കടിക്കുന്നതും ടേസ്റ്റാണ്. അപ്പോൾ മുഴുവൻ അങ്ങോട്ട് ഉടയ്ക്കണ്ട. അപ്പോൾ ഒന്ന് ഇളക്കുക. ഇടയിലൊക്കെ ഓരോന്ന് വലുതുണ്ടെങ്കിൽ നമുക്ക് ഉടച്ചു കൊടുക്കാം. ഇപ്പം ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതാണ് ചേർത്ത് കൊടുത്തത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാല മൂക്കുന്നവരെ നമുക്ക് നല്ലോണം ഇളക്കി നല്ല മണം വരുന്നവരെ ഒരു 2 മിനിറ്റ് നിന്ന് ഇളക്കണം കേട്ടോ. അപ്പോൾ ഗ്യാസ് സ്റ്റൗ കുറച്ചൊന്ന് കൂട്ടി വയ്ക്കാൻ വേണമെങ്കിൽ ഒരു മീഡിയത്തിലേക്ക് ആക്കി വെച്ചോളൂ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഇതാ മസാലയുടെ നിറമൊക്കെ മാറിയില്ലേ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വഴറ്റി വെച്ച് ഉരുളൻകിഴങ്ങും വഴുതനങ്ങയൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട്